ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഞാൻ പറയാം. ഒരു 2 ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ പീസാക്കിയിട്ട്. വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഉണ്ട്, മല്ലിയില, ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ പെപ്പറും സോൾട്ടും ഇട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ വെച്ച് ചൂടായതിന് ശേഷം, നല്ലോണം ചൂടായിട്ടുണ്ട് ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഒനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തതും പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും വേപ്പിലയും കൂടിയിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സ്റ്റൗ നന്നായിട്ട് സ്ലോ ആയിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നല്ലോണം ഇളക്കി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണവരെ നന്നായിട്ട് ഇളക്കണം. എപ്പോഴും ഇളക്കണമെന്നൊന്നുമില്ല, കുറച്ചു നേരം ഇളക്കി കഴിഞ്ഞിട്ടൊന്ന് മാറാം. പിന്നെ അതിലേക്ക് ഞാൻ 2 ഗ്രാമ്പൂ, ഒരു പട്ട, ഒരു ചെറിയ ബേ ലീഫിൻ്റെ പീസും അതിലിട്ടിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാന്തിയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി കിട്ടും. കളർ മാറി വരുന്നവരെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ലോണം ഇളക്കി നല്ലോണം കളറൊക്കെ ഒന്ന് മാറി വരണം. കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് അതിൽ ആഡ് ചെയ്യണം. അതും നല്ലോണം അതിലൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലോണം അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഒരു ഇത് വന്നിട്ടുണ്ട്. സ്റ്റൗ ഫാസ്റ്റ് ഇടരുത്, കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പം എപ്പോഴും അത് ശ്രദ്ധിച്ചാൽ മതി. സ്ലോ ആക്കിയിട്ട് എപ്പോഴും ഇടാം. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലോണം ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാനുണ്ട്. നല്ലോണം ഒന്നുകൂടി നല്ലോണം എല്ലാം ഒരുമിച്ചൊന്ന് നല്ലോണം ഇളക്കി നല്ലോണം ആയതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ മുളക് പൊടിയാണ് അതിൽ ആഡ് ചെയ്യുന്നത്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന്, പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലോണം ഒന്ന് നോക്കാം. മുളക് പൊടി അധികം യൂസ് ചെയ്യേണ്ട. എന്താണെന്ന് വെച്ചാൽ പെപ്പർ ഇട്ടിട്ടാണ് നമ്മൾ ചിക്കൻ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് മഞ്ഞൾ പൊടി കൂടി ഇട്ടിട്ടുണ്ട്, അതുകൂടി നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ എരിവ് നല്ലോണം ആവശ്യമുണ്ടെങ്കിൽ പെപ്പർ ആഡ് ചെയ്താൽ മതി, മുളക് പൊടി ആഡ് ചെയ്യേണ്ട. അതിൽ പെപ്പർ നല്ലതാണല്ലോ. നല്ലോണം മിക്സ് ചെയ്യുക. നല്ല പച്ചമണക്ക് മാറി നല്ല എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിരുന്നു, ചെറിയ പീസായിട്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കണം. അതും അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. സ്റ്റൗ സ്ലോ ആക്കിയിട്ടിട്ട് നല്ലോണം ടൊമാറ്റോക്ക് നല്ലോണമായി വരുന്നുണ്ട്. നല്ലോണം ടൊമാറ്റോക്കായി ഉടഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. അടിയിലൊന്നും പിടിക്കരുത്. ഒരുവിധം ആയിട്ടുണ്ട് നല്ലോണം. അപ്പം നമ്മൾ അതിൽ ചിക്കൻ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ചിക്കൻ നല്ലോണം ഈ മസാലയുടെ കൂടെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴേ മസാലയൊക്കെ ചിക്കനിലൊക്കെ പിടിക്കുള്ളൂ. വെള്ളം ഒട്ടും ആഡ് ചെയ്യരുത്. കുറച്ച് നേരം നല്ലോണം മിക്സ് ചെയ്ത് അത് നല്ലോണം മസാലയൊക്കെ ചിക്കനിൽ നല്ലോണം വരണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എക്സ്ട്രാ വരാം. പിന്നെ ഞാനിതിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതൊരു ടേസ്റ്റ് ഒരു സ്പെഷ്യലായിട്ട് കിട്ടും. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്യുക. പിന്നെ ഇതിൽ വെള്ളം ആഡ് ചെയ്യേണ്ട. ഞാൻ ഇതിൽ ചിക്കൻ ബോയിൽ ചെയ്തിരിക്കുന്ന വെള്ളമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട. ആ വെള്ളം തന്നെ നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കാം. നമുക്ക് ഈ ചിക്കൻ ഗ്രേവി ടൈപ്പിലല്ല കിട്ടുന്നത്, നല്ല കുറുകിയ ചിക്കൻ കറി ആയിട്ടാണ് വരിക. അപ്പോൾ ഇതിലധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നല്ലോണം ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം നമുക്കത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുള്ള ചിക്കൻ തന്നെയാണ്. പെപ്പറും നമുക്കും ഇട്ടിട്ട് നന്നായി വേവിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്നാലും നല്ലോണം മസാലയൊക്കെ അതുമ്പോൾ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചത്. കുഴപ്പമില്ല, നല്ലോണം ആയിട്ടുണ്ട്. നല്ല ഗ്രേവിയൊക്കെ നല്ലതിലായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പൊക്കെ ആഡാക്കി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് ഇതാക്കാം. തുറന്ന് നോക്കിയിട്ട് കുറച്ച് എവറസ്റ്റിൻ്റെ
ചിക്കൻ മസാലയാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഹാഫ് സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ, അധികം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിയിലയൊക്കെ നല്ലോണം അതിൽ മിക്സ് ആക്കണം കേട്ടോ, മേലെ വെതറി ഇടണതല്ല, നല്ലോണം അതിൽ മിക്സ് ആവും. അപ്പം അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വേറെ വരും. അതൊക്കെയാണ് ഈ ചിക്കൻ കറിയുടെ സ്പെഷ്യൽ ടേസ്റ്റ്. പെപ്പറും നല്ല സാധനങ്ങളും. പിന്നെ ഓവർ മസാലയൊന്നും ഇതിൽ ആഡിങ് വന്നിട്ടില്ല. ഒരു സ്പൂൺ മല്ലിപ്പൊടി മാത്രമേ വന്നിട്ടുള്ളൂ, ഒരു ടീസ്പൂൺ. നല്ലോണം ഒരുവിധമായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനത്തെ ചിക്കൻ കറിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കുക, അതിൽ അഭിപ്രായമൊക്കെ പറയുക, ട്രൈ ചെയ്യുക എല്ലാവരും. എളുപ്പമാണ്, കുറച്ച് ചിക്കൻ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായമൊക്കെ പറയുക. അപ്പോൾ ബൈ.